എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ആ വൈദ്യുതകാന്തിക പ്രേരണം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം, പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്ന് കണ്ടു. അതിനുള്ള രണ്ട് ഡിവൈസുകൾ, AC ജനറേറ്ററും DC ജനറേറ്ററും. അതിന് AC ഡൈനാമോ, DC ഡൈനാമോ, അതിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഔട്ട്പുട്ട്, അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന EMF അല്ലെങ്കിൽ കറണ്ടിന്റെ സ്വഭാവം അത്രയും പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ കറണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് രണ്ട് മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ഏറ്റവും പരിചയമുള്ള സെൽ കെമിക്കൽ റിയാക്ഷൻ വഴി വൈദ്യുതി ഇലക്ട്രോൺ ഫ്ലോ സാധ്യമാക്കുക. അപ്പോ രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതകാന്തിക പ്രേരണം. ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ചാലകവുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരു EMF ഉണ്ടാകുക, അതിലൊരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അതിന്റെ അഗ്രങ്ങൾക്കിടയിൽ ഉണ്ടാവും, ഒരു വിദ്യുത് ചാലക ബലം അതിന്റെ അഗ്രങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവും. ആ ബലം വഴി ഇലക്ട്രോൺ ഫ്ലോ ചെയ്യും. അങ്ങനെ രണ്ട് മാർഗങ്ങളാണ് വൈദ്യുത പ്രവാഹം സാധ്യമാക്കാനായി ഉള്ളത്. അതില് സെല്ലിൽ നിന്നുള്ള പ്രവാഹത്തിന്റെ സ്വഭാവം നമ്മൾ കണ്ടു. അതിന്റെ അളവോ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ മാറുന്നില്ല. അതിനാൽ ഗ്രാഫ് പാരലൽ ആയിരിക്കും X ആക്സിസിന്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, അത് വരച്ച് പഠിക്കണം. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഡൈനാമോ, പ്രത്യേകിച്ചും AC ഡൈനാമോയിൽ ഉണ്ടാകുന്ന വൈദ്യുതിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമായിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം, ആ ഒരു പ്രതിഭാസം, അത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീടൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് മറ്റു വിഷയങ്ങൾ. അപ്പോൾ പലരും ആ AC ഡൈനാമോന്റെ ഗ്രാഫ്, ഔട്ട്പുട്ട് ഗ്രാഫ് കിട്ടുന്നതിനെ കുറിച്ചും ഒക്കെ സംശയം ചോദിച്ചിരുന്നു ഫോൺ വഴി. നമ്മൾ അതിന് സംശയത്തിന് മറുപടി കൊടുത്തിരുന്നു. അവിടെ എന്താ ഈ പുതിയ പാഠപുസ്തകത്തിൽ എന്താ ബുദ്ധിമുട്ട് വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൈദ്യുതകാന്തിക പ്രേരണ നിയമം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പഠിക്കാനുള്ളൂ. ഫാരഡയുടെ പ്രസിദ്ധമായ വൈദ്യുതകാന്തിക പ്രേരണ നിയമം ഈ പുസ്തകത്തിൽ പഠിക്കാൻ ഇല്ല. അതിനാൽ തന്നെ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ കുറിച്ച് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. കാരണം ആ നിയമം പഠിച്ചാലാണ് കൂടുതൽ നമുക്കത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. ഫാരഡയുടെ നിയമപ്രകാരം the electromagnetic, the EMF, induced EMF is equal to or directly proportional to the rate of change of magnetic flux എന്നാണ്. അതായത് കാന്തിക ഫ്ലക്സിന്റെ വ്യതിയാന നിരക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് തുല്യമായിരിക്കും അതിലുണ്ടാകുന്ന EMF എന്നുള്ള നിയമം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആർമേച്ചറിന്റെ റൊട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ പാഠപുസ്തകത്തിൽ അത്തരത്തിലൊരു അപ്രോച്ച് അല്ല ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാഠപുസ്തകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെതായ ചില പോരായ്മകൾ അവിടെ പലർക്കും തോന്നിയിട്ടുണ്ടാവാം. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം പാഠഭാഗം പെട്ടെന്ന് തീരേണ്ടതിനാൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവുകയാണ്. അടുത്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പൊ ഇവിടെയും സത്യത്തിൽ വൈദ്യുതകാന്തിക പ്രേരണം ആണ്. ഇത് ഒരു എക്സ്പെരിമെന്റ് ആണ് ടെക്സ്റ്റിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതേ പരീക്ഷണം തന്നിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കും. അതിനാൽ ഈ ചിത്രവും ഈ ആക്ടിവിറ്റിയും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ ഇവിടെ കൺസിഡർ 2 നിയർ ബൈ കോയിൽസ്, തൊട്ടടുത്തുള്ള രണ്ട് കമ്പിച്ചുരുളുകളാണ് ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ മുകളിൽ വൈൻഡ് ചെയ്തേക്കാണ്. അപ്പൊ സത്യത്തിൽ ഈ കോയിലും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, ബന്ധവും ഇല്ല, അടുത്തടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാകുന്ന വൈദ്യുത പ്രവാഹം ഒരിക്കലും ഇതിലേക്ക് ഒഴുകില്ല, തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഈ കോപ്പർ വയർ ഇൻസുലേറ്റഡ് ആണ്, ഇത് ഒരു കോയിലിന്റെ മുകളിൽ ചുറ്റിയിരിക്കുന്നു എന്ന് മാത്രം. അപ്പോ സോഫ്റ്റ് അയൺ കോർ എന്തിനാന്നുള്ള ചോദ്യം അതിന് പ്രസക്തിയില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഫ്ലക്സ് ഡെൻസിറ്റി കൂട്ടാൻ, ഇതിന് ചുറ്റും ഉണ്ടാകുന്ന ഫ്ലക്സ് അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് സോഫ്റ്റ് അയൺ കോർ. ഫ്ലക്സ് സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിനാണ് പച്ചിരുമ്പ് കോർ. മലയാള മീഡിയത്തിലും
മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ് പറയാം. അപ്പൊ ആദ്യത്തെ കോയിലിൽ ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ കോയിലിൽ ഒരു DC സോഴ്സ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ കോയിലിൽ യാതൊരു സോഴ്സ് ഓഫ് EMF ഇല്ല. അതായത് വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്ന ഒരു സ്രോതസ്സും രണ്ടാമത്തെ കോയിലില്ല. ആദ്യത്തെ കോയിലിൽ മാത്രമാണ് ഒരു സെല്ലാണ്, DC ആണ് കണക്ട് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ കോയിൽ പിന്നെ എന്താണ് അതിൽ കണക്ട് ചെയ്തേക്കുന്നത്? ഒരു LED ആണ്. ഇത് ഒരു LED അല്ലെങ്കിൽ വേണമെങ്കിൽ ഗാൽവനോമീറ്റർ തന്നു എന്ന് പറയാൻ പരീക്ഷയ്ക്ക്. എന്തായാലും അവിടെ വൈദ്യുത പ്രവാഹം, രണ്ടാമത്തെ കോയിലിലെ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് ഒരു LED അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തു എന്ന് വരാം. ഇനി നമ്മളോട് പാഠപുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന പരീക്ഷണം, ഈ സ്വിച്ച് ആദ്യത്തെ കോയിലിലെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും ഓൺ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 3 സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ കോയിലിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ അതിന്റെ റിസൾട്ട് ഞാനിപ്പോ പറയാം. നമുക്ക് LED ഗ്ലോ ചെയ്യിക്കാനൊന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. അപ്പോ ഇപ്പൊ സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ്. ഓൺ ചെയ്ത സമയത്ത് ഈ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ കോയിലിലെ LED ഗ്ലോ ചെയ്യും, പ്രകാശിക്കും. ഇനി ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ, അപ്പൊ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കെടും. വീണ്ടും ഓഫ് ചെയ്താലോ അപ്പോഴും പ്രകാശിക്കും. അതായത് ആദ്യത്തെ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും തൊട്ടടുത്തുള്ള രണ്ടാമത്തെ കോയിലിലെ LED ഗ്ലോ ചെയ്യും, പ്രകാശിക്കും. എന്നാൽ ആദ്യത്തെ കോയിലിലെ സ്വിച്ച് ഓൺ ചെയ്തു വെച്ചുകൊണ്ടിരുന്നാൽ, ആ ഓൺ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്താൽ അവിടെ സെക്കൻഡറിയില് കറണ്ട് ഉണ്ടാവില്ല, സെക്കൻഡറിയില് LED ഗ്ലോ ചെയ്യില്ല. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സർക്യൂട്ട്, LED ഗ്ലോ ചെയ്യില്ല. ഗാൽവനോമീറ്റർ ആണെങ്കിൽ അതിൽ സൂചി ഡിഫ്ലക്ട് ചെയ്യില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ സർക്യൂട്ട് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും തൊട്ടടുത്ത കോയിലിൽ ഒരു കറണ്ട് ഉണ്ടാകുന്നു. കറണ്ട് ഉണ്ടാകുന്ന കാരണമാണ് ഇത് കത്തണത്, അല്ലാതെ ഇതിൽ വേറെ സോഴ്സ് ഓഫ് EMF ഒന്നുമില്ല. എന്താണ് കാരണം? അപ്പൊ ആദ്യമേ പറഞ്ഞു, രണ്ട് കാരണങ്ങളേ ഉള്ളൂ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ. ഒന്നില്ലെങ്കിൽ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടാകണം, ഇവിടെ സെല്ലില്ല. രണ്ടാമത്തെ കാരണം എന്താ? ഇതുമായി the magnetic field associated with the secondary coil changes. അതാണ് രണ്ടാമത്തെ ഒരു കാരണം. അതിന് സാധ്യതയുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പോ നമുക്ക് ആലോചിച്ച് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടുത്ത് വേറെ മാഗ്നറ്റ് ഒന്നുമില്ല. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ല, ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. സ്വാഭാവികമായിട്ടും അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഇല്ല. ഇനി സ്വിച്ച്, അപ്പോ ഇതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡ് 0, സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡും 0 ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി സ്വിച്ച് ഓൺ ചെയ്താൽ സംഭവിക്കും, ഇതിൽ കൂടെ ഒരു വൈദ്യുതി ഒഴുകും. വൈദ്യുതി ഒഴുകി കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ്, എയ്ൻസ്റ്റൈന്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തം, ഇതിന് മുമ്പത്തെ പാഠത്തിൽ കണ്ടതാണ്. ഇതിന് ചുറ്റും എന്തുണ്ടാവും? A magnetic field is formed around this coil. ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. And the secondary coil is placed in this magnetic field. It is a nearby coil. അതായത് സെക്കൻഡറി കോയിൽ ഏതാ? ഈ കാന്തിക മണ്ഡലത്തിലാണ് സെക്കൻഡറി കോയിൽ ഇരിക്കുന്നത്. ഇതുണ്ടാക്കുന്ന കാന്തശക്തി അതിനെ ബാധിക്കുന്ന അർത്ഥം. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് 0 ആയിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത പൊസിഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് 0. സ്വിച്ച് ഓൺ ചെയ്താൽ ഉടനടി ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനെ ബാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറി കോയിലില് ആദ്യം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 0 ആയിരുന്നു. ഇപ്പോൾ ഒരു സപ്പോസ് 10 ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? ചേഞ്ച്, ഒരു മാറ്റം. മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദ സെക്കൻഡറി കോയിൽ ചേഞ്ചസ്. ആ സെക്കൻഡറി കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് ഒരു വ്യതിയാനം സംഭവിച്ചു. അപ്പോൾ ഫാരഡേയുടെ നിയമപ്രകാരം അതിലെന്തുണ്ടാവണം? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യണം. ആ EMF ഇതിനെ ഗ്ലോ ചെയ്യിച്ചു, LED-യെ ഗ്ലോ ചെയ്യിച്ചു. ഇനി ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ, ഈ സ്വിച്ച് ഇങ്ങനെ ഓൺ പൊസിഷനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ഈ കോയിലിൽ കൂടെ, ഇതിന് പ്രൈമറി കോയിൽ എന്നാണ് പറയുക. അതായത് നമ്മള് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി കറന്റ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന കോയിൽ പ്രൈമറി, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്ന കോയിൽ സെക്കൻഡറി. അപ്പൊ ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. അപ്പൊ പ്രൈമറിയിലെ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നാൽ അവിടുത്തെ സോഴ്സ് ഓഫ് EMF-ന്റെ പ്രത്യേകത, അതൊരു DC സോഴ്സ് ആണ്. ദർ ഇസ് നോ ചേഞ്ച്. അവിടെ എന്തുണ്ടാവില്ല? ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിന്റെ ആ വൈദ്യുത പ്രവാഹത്തിന്റെ അളവിനോ ദിശയ്ക്കോ വ്യതിയാനം സംഭവിക്കില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ
ഉള്ള ഒരു വൈദ്യുതി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയായിരിക്കും? ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതിന്റെ അളവിനോ ദിശയ്ക്കോ യാതൊരു വ്യതിയാനവും സംഭവിക്കില്ല. അപ്പൊ ഇത് 10 ലൈൻസ് ഓഫ് ഫ്ലക്സ് ആണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ 10 ഇതിന്റെ കാന്തശക്തി എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാന്തശക്തി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു നമ്പർ. എപ്പോഴും എത്രയായിട്ട് തുടരും? 10 10 10 10 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. സ്വാഭാവികമായിട്ടും ചേഞ്ച് ഉണ്ടാവില്ല. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ EMF EMF ഉണ്ടാവുള്ളൂ. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. സ്വാഭാവികമായിട്ടും സെക്കൻഡറി കോയിലില് EMF ഉണ്ടാവില്ല. അങ്ങനെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ there is no change. അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഇല്ല, അതിനാൽ തന്നെ സെക്കൻഡറിയില് കറണ്ട് ഇല്ല. ഇനി ഓഫ് ചെയ്താൽ സംഭവിക്കും. ഓഫ് ചെയ്താൽ 10 ആയിരുന്നു, 10ൽ നിന്ന് വീണ്ടും പെട്ടെന്ന് എത്രയിലേക്ക് മാറും? 0യിലേക്ക് മാറും. അവിടെ ഒരു ചേഞ്ച് ഒക്കേഴ്സ്. അവിടെ ഒരു ചേഞ്ച് സംഭവിക്കും. അവിടെ ഒരു മാറ്റം, ആ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് ഒരു വ്യതിയാനം സംഭവിക്കും. സ്വാഭാവികമായിട്ടും സെക്കൻഡറി കോയിലിൽ എന്തുണ്ടാകും? EMF ഉണ്ടാകും. അപ്പോൾ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും സെക്കൻഡറി കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് ഒരു ചേഞ്ച്, ഒരു വ്യതിയാനം സംഭവിക്കും. അങ്ങനെ സെക്കൻഡറിയിൽ പ്രേരിത EMF ഉണ്ടാകും. എന്നാൽ ഓൺ ചെയ്തു വെച്ചുകൊണ്ടിരുന്നാൽ സെക്കൻഡറിയിൽ പ്രേരിത EMF ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ സോഴ്സ് ഏതാ? DC ആണ്. ഇനി ഈ DC സ്രോതസ്സിനെ മാറ്റി ഞാൻ AC ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് DC സോഴ്സിനെ മാറ്റി, ഈ DC സ്രോതസ്സിനെ മാറ്റി ഞാനൊരു AC സ്രോതസ്സാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും? AC സ്രോതസ്സാക്കി മാറ്റി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? പ്രൈമറി കോയിലൂടെ ഒഴുകുന്ന കറന്റ് അല്ലെങ്കിൽ അതിന്റെ EMF അല്ലെങ്കിൽ വോൾട്ടേജ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നമ്മൾ കണ്ടു, AC-യുടെ സ്വഭാവം നമ്മൾ കണ്ടു, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഡയറക്ഷനും മാറുന്നുണ്ട്, പീരിയോഡിക് ആയിട്ട് അതിന്റെ ഡയറക്ഷനും മാറുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്. അപ്പോൾ പ്രൈമറി കോയിലിലൂടെ എപ്പോഴും അളവും ദിശയും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹം ആയിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും കാന്തിക മണ്ഡലവും എങ്ങനെയായിരിക്കും? മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രൈമറിയില് AC അപ്ലൈ ചെയ്താൽ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന്, മാഗ്നറ്റിക് ഫ്ലക്സിന് തുടർച്ചയായ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാറ്റം, ചേഞ്ച് ഉണ്ടാകും. അപ്പൊ പ്രൈമറിയില് AC കൊടുത്താൽ സെക്കൻഡറി, ആ പ്രൈമറി കോയിൽ AC ആയതിനാൽ അതിന്റെ അളവും ദിശയും മാറും. സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന കാന്തിക ഫ്ലക്സും എങ്ങനെയായിരിക്കും? വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡറി എപ്പോഴും തുടർച്ചയായി വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലത്തിലായിരിക്കും സെക്കൻഡറിയുടെ സ്ഥാനം. അതിനാൽ തന്നെ സെക്കൻഡറിയിലെ തുടർച്ചയായ വൈദ്യുത പ്രവാഹം സാധ്യമാകും. DC ആവുമ്പോൾ അത് പറ്റില്ല. DC ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും മാത്രമേ സെക്കൻഡറിയിൽ കറണ്ട് ഉണ്ടാവുള്ളൂ. എന്നാൽ AC കൊടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായി ഓൺ ചെയ്തു വെച്ചുകൊണ്ടിരുന്നാലും ആ പ്രൈമറിയുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കും. സ്വാഭാവികമായിട്ടും ആ കാന്തിക മണ്ഡലത്തിൽ, ആ മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന സെക്കൻഡറിയിൽ തുടർച്ചയായ പ്രവാഹം ഉണ്ടാകും. അപ്പൊ AC ആക്കി, അപ്പൊ ചോദിക്കും പരീക്ഷയ്ക്ക് ആദ്യം DC തന്നിട്ട് അതിനെ AC ആക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് LED ഗ്ലോ ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കാം. നമ്മൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് the induced EMF in the secondary coil. സെക്കൻഡറി കോയിലിൽ പ്രേരിതമാകുന്ന EMF എന്തിനെ? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ടേൺസ്. അതിലെ ചുറ്റുകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കും. ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. കാരണം ഇതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്ഫോമറിന്റെ അടിസ്ഥാന പ്രവർത്തന തത്വം. അതായത് ഇവിടെ 25 നമ്പർ ഓഫ് ടേൺസ് 25 ആണ് പ്രൈമറിയിൽ എന്ന് വിചാരിച്ചു. സെക്കൻഡറിയിൽ 50 ചുറ്റുകൾ ഉണ്ടെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ പ്രൈമറിയുടെ ഇരട്ടി ചുറ്റ് സെക്കൻഡറിയിലുണ്ട്. സ്വാഭാവികമായിട്ടും പ്രൈമറിയിൽ അപ്ലൈ ചെയ്ത വോൾട്ടിന്റെ ഇരട്ടി വോൾട്ട് എവിടെ ഉണ്ടാവും? സെക്കൻഡറിയിൽ ഉണ്ടാവും. അതായത് പ്രൈമറിയിൽ 5 വോൾട്ട് അപ്ലൈ ചെയ്താൽ സെക്കൻഡറിയിൽ 10 വോൾട്ട് കിട്ടും. ഇനി നേരെ വിപരീതമാവാം. ഇവിടെ 50 ചുറ്റ്, ഇവിടെ 25 ചുറ്റ്. അതായത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. പ്രൈമറിയിൽ 50 ചുറ്റും, സെക്കൻഡറിയിൽ 25 ചുറ്റും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ 5 വോൾട്ട് പ്രൈമറിയിൽ അപ്ലൈ ചെയ്താൽ
സെക്കൻഡറിയിൽ എത്രയാ 2.5 ഉണ്ടാവുള്ളൂ, കാരണം പകുതി ചുറ്റു വരും. അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന പ്രേരിത EMF ചുറ്റുകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ നിയമം കൂടി അറിയണം. അപ്പൊ 3 കാര്യങ്ങളാണ്. DC കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും മാത്രമേ സെക്കൻഡറിയിൽ ഉണ്ടാവുള്ളൂ. ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ പ്രേരിത EMF ഉണ്ടാവില്ല. AC ആക്കി മാറ്റി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സെക്കൻഡറിയിൽ പ്രേരിത EMF ഉണ്ടാകും. അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറിയിലെ പ്രൈമറിയുടെ ഇരട്ടി ചുറ്റ് സെക്കൻഡറിയിൽ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയുടെ വോൾട്ടേജിന്റെ ഇരട്ടി, 2 മടങ്ങ് 2 ടൈംസ് ആയിരിക്കും. നേരെ മറിച്ച് പ്രൈമറിയുടെ പകുതി ചുറ്റേ സെക്കൻഡറിയിലുള്ളൂ എന്നുണ്ടെങ്കിലോ പ്രൈമറിയുടെ പകുതി വോൾട്ടേജ് സെക്കൻഡറിയിൽ ഉണ്ടാകുള്ളൂ. അപ്പോ നമ്മൾ ഇവിടെ ഇനി അറിയേണ്ടത് ഏതാണ് പ്രൈമറി കോയിൽ, എന്താണ് സെക്കൻഡറി കോയിൽ, അതുമാതിരി തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദ കോയിൽ ഇൻ വിച്ച് വി ഗീവ് കറന്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്നതിന് നമ്മൾ ഏത് കോയിലിലേക്കാണോ വൈദ്യുതി കൊടുക്കുന്നത്, അതിന് പറയുന്ന പേരാണ് ഇസ് ദ പ്രൈമറി കോയിൽ. പ്രൈമറി കോയിൽ എന്ന് മലയാളം എഴുതിയാലും പ്രൈമറി കോയിൽ തന്നെയാണ്. ആൻഡ് ദ കോയിൽ ഇൻ വിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ജനറേറ്റഡ്. ഏതിലാണോ പ്രേരിത EMF ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ദാറ്റ് കോയിൽ ഈസ് നോൺ ആസ് ദ സെക്കൻഡറി കോയിൽ. അതിന് പറയുന്ന പേരാണ് എന്ത്? സെക്കൻഡറി കോയിൽ. ഇനി എന്താ? മ്യൂച്വൽ ഇൻഡക്ഷൻ. കൺസിഡർ 2 കോയിൽസ്. നിയർ ബൈ കോയിൽസ് ആണ്, 2 അടുത്തടുത്താണ്. കോയിൽസ് ഓഫ് വയർ കെപ്റ്റ് സൈഡ് ബൈ സൈഡ് when the strength or direction ദിശയോ അളവോ മാറുമ്പോൾ ഓഫ് ദ കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയോ അളവോ മാറിക്കഴിഞ്ഞാൽ ഇൻ വൺ കോയിൽ ചേഞ്ചസ്, ഏതെങ്കിലും ഒരു കോയിലിൽ വൈദ്യുത പ്രവാഹത്തിന്റെ അളവോ ദിശയോ മാറിയാൽ എന്ത് സംഭവിക്കും? ദ മാഗ്നറ്റിക് ഫ്ലക്സ് അറൌണ്ട് ഇറ്റ് ചേഞ്ചസ്. അതിന് ചുറ്റുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കും. ആസ് എ റിസൾട്ട് an EMF is induced in the secondary coil. അതിന്റെ ഭാഗമായിട്ട് സെക്കൻഡറിയിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, പ്രേരിത EMF ഉണ്ടാകും. അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇനി ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുക. അപ്പോൾ ഈ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബുള്ളറ്റിൻസ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില്. അത് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വയം ഉത്തരം എഴുതാവുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിക്കുക.